രണ്ടാം വാർഡിൻ്റെ ഭരണപ്രത്യേക അനാച്ഛാദന ജിയെ വേണ്ടി വന്ന നമ്മുടെ മേഡത്തിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്ഥാനാർത്ഥി സോജൻ കല്ലറക്കിനെ ഇതിനോട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പരിപാടി ആരംഭിക്കുക. സിനിമാ നടി ആയതുകൊണ്ട് ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നത്. തികച്ചും രാഷ്ട്രീയപരമായ കാഴ്ചപ്പാട് കൂടി തന്നെയാണ് ഇങ്ങനെയുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്നത്. CPM-ൻ്റെ സാംസ്കാരിക ഗ്രൂപ്പായ പുരോഗമന സാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും കൂടിയാണ്. ഇത്തവണ പാലായുടെ ഇലക്ഷൻ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതുപോലെ ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട്, 80കളിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു ആവർത്തനം ഉണ്ടെങ്കിൽ പോലും നമുക്ക് വാർഡിലും ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തിലും 3 വോട്ട് ചെയ്യേണ്ടതും സ്ഥാനാർത്ഥികളുടെ ബാഹുല്യവും ഒക്കെ നമ്മളെ കുറച്ച് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവരെ പോലെയുള്ളവർ, ഇന്നലെ വരെ മറ്റൊരു മുന്നണിയിൽ നമ്മൾ കണ്ടവർ, വോട്ട് ചെയ്തവർ ഒക്കെ നമ്മളുടെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ തികച്ചും വ്യക്തമായിട്ട് വേണം, വ്യക്തതയോട് കൂടി വേണം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ. വളരെയധികം സന്തോഷപൂർവ്വമാണ് നമ്മൾ ജോസ് കെ മാണിയുടെ ടീമിനെ, ഗ്രൂപ്പിനെ നമ്മളിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നത്. കാരണം കാലികമായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വർഗീയമായ ചേരിതിരിവും വർഗീയപരമായ കാഴ്ചപ്പാടും ഒരു നാടിനെ ഏതെല്ലാം രീതിയിൽ പ്രതിലോമകരമായി ബാധിക്കും എന്നുള്ളത് കൃത്യമായ ബോധ്യത്തോടു കൂടി മനസ്സിലാക്കിക്കൊണ്ട്, മറ്റൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ, ഇവരിങ്ങോട്ട് വരുമ്പോൾ മറ്റൊന്നും പറഞ്ഞിട്ടില്ല, വർഗീയതയ്ക്കെതിരെ ശക്തമായ കൃത്യമായ ഒരു ബദൽ സംവിധാനം ഇടതുപക്ഷമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് എന്നുള്ള ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ വളരെ കൃത്യമായി സ്വാഗതം ചെയ്യാനുള്ള ഇച്ഛാശക്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് ഇവിടെ നടക്കുന്നത്. ഈ പ്രകടന പത്രിക ഞാനിവിടെ പ്രകാശനം ചെയ്യുമ്പോൾ തികഞ്ഞ ആത്മബോധത്തോടെയും ആത്മവിശ്വാസത്തോടെയും കൂടിയാണ് പ്രകാശനം ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ 4 വർഷത്തെ ഭരണത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ 600 കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മാനിഫെസ്റ്റോ തെരഞ്ഞെടുപ്പ് പത്രിക മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ 570 നടപ്പാക്കുന്ന സമയത്താണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മളുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഒരു സർക്കാരിന് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് മുന്നിലേക്ക് ഇട്ട് തന്നുകൊണ്ട് അതാത് വർഷങ്ങളിൽ മാനിഫെസ്റ്റോ മുന്നോട്ട് വെച്ചിരിക്കുന്ന പദ്ധതികളുടെ പൂർത്തീകരണം ഇന്ന നിലയിലേക്കായിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് ഇട്ട് വെച്ചുകൊണ്ട് ഒരു സർക്കാർ നമ്മളെ അഭിമുഖീകരിച്ചിട്ടില്ല. അതൊരു ചങ്കൂറ്റമാണ്. ആ ചങ്കൂറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വാർഡ് തലത്തിലും ബ്ലോക്ക് തലത്തിലും ജില്ലാ പഞ്ചായത്ത് തലത്തിലും നമ്മളെ സ്ഥാനാർത്ഥികൾ അഭിമുഖീകരിക്കുമ്പോൾ, നമ്മുടെ മുമ്പിൽ വോട്ട് ചോദിച്ചു വരുമ്പോൾ കൃത്യമായ അവബോധത്തോടു കൂടി വേണം നമ്മളുടെ ഓരോ വോട്ടും നമ്മൾ രേഖപ്പെടുത്താൻ. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. ഈ പ്രകടന പത്രികയിൽ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ വന്നത് കൈക്കിട്ടി 13 കാര്യങ്ങളും വായിച്ചു നോക്കുമ്പോൾ ഇത് അസാധ്യമായ ഒരു കാര്യവുമില്ല എന്ന് കേരളത്തിൽ ഇന്ന് താമസിക്കുന്ന ഓരോ വ്യക്തികൾക്കും അറിയാം. ഇതിലും വലിയ പദ്ധതികൾ നടപ്പാക്കപ്പെട്ട ഒരു കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഈ ഭാഗമായിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ എടുത്തു പറയുന്ന ആശാ വർക്കർമാരുടെ പ്രവർത്തനങ്ങളെ ഏത് രീതിയിൽ ക്രോഡീകരിക്കും എന്നുവരെ ഈ നാളേക്കുള്ള ജീവിതത്തിൻ്റെ അനിശ്ചിതത്വമാണ്. കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ, നമ്മൾ എന്നും പത്രം വായിക്കുന്നുണ്ട്, നമ്മുടെ വീടുകളിലും ഉണ്ടാവാം അത്തരം കുട്ടികൾ. സ്കൂളിൽ പോകാതെ വീട്ടിലിരിക്കുമ്പോൾ കോളേജിൽ പോകാൻ കൃത്യമായിട്ടും അങ്ങോട്ട് മുന്നിട്ട് ഇറങ്ങി പോകാൻ പറ്റാത്തൊരവസ്ഥയും ഒക്കെ നമ്മളെയും ആ തലത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈ ആശാ വർക്കർമാർ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ രീതിയിലേക്കുള്ള അപ്പോയിൻമെൻറ്റുകൾ വരെ വരത്തക്ക രീതിയിൽ യുവജനങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ പ്രകടന പത്രികയിൽ സാമൂഹ്യക്ഷേമത്തിന് വേണ്ടി ഇവരെ എല്ലാം ഏകോപിപ്പിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് മുന്നോട്ട് വയ്ക്കാനും അത് നടപ്പാക്കാനും ഇപ്പോൾ ചെറിയൊരു വെല്ലുവിളിയോടുകൂടി നമുക്ക് പറയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ കേരളത്തിൽ സാധിക്കൂ. അതല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന പ്രതിപക്ഷങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്കറിയാം. നയപരമായ ഒരു കാര്യങ്ങളും അവർ നമ്മളോട് സംസാരിക്കുന്ന എല്ലാം വ്യക്തിഹത്യകളാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയപരമായ കാര്യങ്ങളെയും അവർക്ക് എതിർക്കാനില്ല. അതിൻ്റെ ഇടയിലെ നടത്തിപ്പിൻ്റെ വ്യക്തിഹത്യകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരായാലും നേതാക്കന്മാരുടെ മക്കളെ ആണെങ്കിലും അങ്ങനെയൊക്കെ അതിരുകളിൽ അതിര് മാന്തുന്ന പരിപാടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം എതിരെ
ഇതാണ് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷ ഇത്തരത്തിലുള്ളൊരു ജീവിതമാണ്. പട്ടിണി കിടക്കാതെ കൃത്യമായ ആരോഗ്യം സംരക്ഷിക്കുന്ന, കൃത്യമായ വിദ്യാഭ്യാസ രീതികളെ സംരക്ഷിക്കുന്ന, കൃത്യമായ വാഹനങ്ങൾ ഓടുന്ന രീതിയിലുള്ള വഴികൾ ഉണ്ടാകുന്ന, ഹൈവേയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സമാധാനത്തോടെ ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹൈവേകളുടെ വികസനം, 200 രൂപയ്ക്ക് നമ്മളുടെ വീടുകളിലേക്ക് ഗ്യാസ് എത്തുന്ന രീതിയിലുള്ള ഗെയിൻ പദ്ധതി, ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമ്മുടെ ഓരോ ഇൻ്റർനെറ്റ് ഫോണുകളും പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ഇൻ്റർനെറ്റ് സംവിധാനം, ഇങ്ങനെ ഏറ്റവും അടിസ്ഥാനപരമായ മുതൽ ഏറ്റവും ടെക്നിക്കലി ആയിട്ടുള്ള കാര്യങ്ങളിൽ വരെ ഏറ്റവും നല്ല വികസനങ്ങളും നല്ല മാതൃകകളും വെക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെയും ഒരു മുന്നണിയുടെയും ഒരു സർക്കാരിൻ്റെയും കൂട്ടായി നിൽക്കുന്ന